ഹലോ, കൊമ്പൻകാട്ടിലെ കുഞ്ഞാപ്പു അല്ലേ? ഇപ്പൊ ഏത് വീട്ടിലാണ്? ഓ, നിങ്ങളിപ്പോ ഊട്ടിയിലാണോ? ഞാൻ ലാലിക്ക പറഞ്ഞിട്ട് വിളിക്കാണ്. അതായത് ഒരു ദുബായിലെ ഒരു പ്രോഗ്രാമിന് ഇൻവിറ്റേഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കാണ്. ഓക്കെ, ഏതൊക്കെ ഡേറ്റിലാണ് ഫ്രീ ആയിട്ടുള്ളത്? ഈ മാസം തന്നെ വേണം നമുക്ക് പ്രോഗ്രാം. നിങ്ങൾ ഏത് ഡേറ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്? അതായത് 3 ദിവസമാണ്, 26, 27, 28 ദിവസങ്ങളാണ് പ്രോഗ്രാം ഉണ്ടാവുക. അപ്പൊ ലാല ഓക്കെയാണ്, ചിക്കുക്ക് ഓക്കെയാണോ? അത് നിങ്ങൾ ഒരുമിച്ച് എന്തൊക്കെ പരിപാടികൾ ചെയ്യും? ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടും, മിമിക്രി ചെയ്യും, ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്യല്ലേ? ഡാൻസിന് എന്തൊക്കെ ചെയ്യും? ഭരതനാട്യം, കുച്ചിപ്പുടി, അയ്യോ സത്യത്തിൽ ഞങ്ങള് വിചാരിച്ചു അങ്ങനത്തെ കുറച്ചുകൂടി വെറൈറ്റി ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ ഫുൾ എന്റർടൈൻമെന്റ് മാത്രം. ഭരതനാട്യം, കുച്ചിപ്പുടി ആ പരിപാടി ഒന്നും. ഞങ്ങൾക്ക് ഓരോ ടെസ്റ്റുകളാണല്ലോ, ഓരോരുത്തർക്കും ഓരോ ടെസ്റ്റുകളല്ലേ. ഈക്കാനെ കുറിച്ച് എപ്പോഴും ഓർമ്മ വരുന്ന അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞ എന്തായിരിക്കും പറയാ? ഏട്ടൻ എന്നുള്ള ഒരു രീതി ഉണ്ട്. നമുക്ക് എന്തിനും ഒരു കെയറിങ് കിട്ടണ ഒരു പരിപാടി. ഇത്രയും കാലം ഇതിലും അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഒരാൾ കൈ തരാത്ത സമയത്ത് എന്റെ കഴിവ് എന്താന്ന് മനസ്സിലാക്കി ഒരു സഹോദരന്റെ പോലെ എന്നെ ഏറ്റെടുത്ത ഒരാളാണ് ഈ ലാല എന്ന് പറഞ്ഞ ആൾ. അതെ, ഞങ്ങൾ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞാ ഗൾഫിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് മുന്നേ കെട്ടിപ്പിടിച്ച് 3-4 മുമ്പ് വെച്ച് അപ്പളാണ് എനിക്ക് പെട്ടെന്ന് ഇത് കത്തിയത്. ഇങ്ങനത്തെ ഒരു പാരന്റ് ശരിക്കും ഒരു ഉപ്പ എന്ന നിലയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഉപ്പയാണോ? ഇല്ല, നമ്മള് വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ പഠിക്കും. ഇല്ലടാ, ലൈഫ് ആകെ ഒറ്റ ഒന്നേ ഉള്ളൂ. ആണോ? അതെ, അതല്ലേ? അപ്പൊ അതിന് അടിച്ചു പൊളിച്ച് ചെയ്യും. ഡയലോഗ് തെറ്റിക്കുന്ന ആരാ ഫസ്റ്റ്? ഞാനും ചിക്കും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതില് പിന്നെ അവിടെ ഒന്നും നോക്കാനില്ല, പൊളിക്കും ഞങ്ങള്. ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഇട്ടാൻ മറുപടി ഇങ്ങോട്ട് ഇട്ട് തരും. ഓട്ടാ ഞാൻ അങ്ങോട്ട് കൊടുക്കും. ഞങ്ങൾ രണ്ടാളും കൂടെ അവിടെ ടോമാഞ്ചറിയാ. സത്യം, അത് അങ്ങനെ കളിച്ചു പോകും. ഈ അടിയൊക്കെ ഉണ്ടല്ലേ, ചാടി അടി, അത് ശരിക്കും അടി കൊടുത്തിട്ടുണ്ടോ? കാരണം ഇത്രയും അടി ഒറിജിനൽ ചിലത് കൊള്ളും. കൊള്ളൂല്ലേ? ചിലത് കൊള്ളും. സത്യം, ചിലത് കൊള്ളും. റിസ്ക് ഉണ്ട്, പക്ഷെ റിസ്ക് നമ്മൾ എടുക്കും. കാരണം അമ്മാതിരി സപ്പോർട്ടാണ് പ്രേക്ഷകർ നമുക്ക് തരുന്നത്. എൻ്റെ ഫ്രണ്ട് കൂടെ ഒരു വയസ്സായ ഒരാൾ പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നോക്കും. അതിന് നമ്മളെന്താണ്, ആ തൊപ്പിട്ട് നമ്മള് ഓട്ടച്ചേർപ്പ് പിടിക്കുമ്പോ തന്നെ നമ്മള് ആ നിരപ്പും കാര്യങ്ങളും വന്നു കഴിയുമ്പോ തന്നെ നമ്മളെ കഴുത്തൊന്നും നീളും. ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിച്ചു ഒരു വയസ്സായ ഒരാൾ ഇങ്ങനെ പിടിക്കുക, ഒരു എനർജിക്കുള്ള ആളാണ് ഇങ്ങനെ പിടിച്ചത്. അപ്പൊ ഒരു വയസ്സായ ഒരാൾ ഇങ്ങനെ, അപ്പൊ ഒരു കൈ ഇങ്ങനെ പൊട്ടും. അപ്പൊ പിന്നെ ആ നടത്തത്തിലൊക്കെ മാറ്റം വരും. ഇങ്ങനെ പോകും. അതൊരു വയസ്സായ ഒരാളെ ഒരു സംഭവമാണ്. ജർമ്മൻ പഠിക്കാനും ജർമ്മനിയിലേക്ക് പറക്കാനും ഇനി എഡ്യൂഫ്ലെയർ. എഡ്യൂഫ്ലെയർ, ഇന്ത്യസ് #1 ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എങ്ങനത്തെ ഒരു പാരന്റ് ശരിക്കും ഒരു ഉപ്പ എന്ന നിലയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഉപ്പയാണോ? ഇല്ല, നമ്മള് വീഡിയോയിൽ കാണുന്ന അതേപോലെ തന്നെ പഠിക്കും. സത്യം, എൻജോയ്. ഇല്ലടാ, ലൈഫ് ആകെ ഒറ്റ ഒന്നേ ഉള്ളൂ. ആണോ? അതെ, അതല്ലേ? അപ്പൊ അതിന് അടിച്ചു പൊളിച്ച് ജീവിക്കുക, നമ്മളെ കാര്യങ്ങളൊക്കെ കെയർ ചെയ്തിട്ട്. അത് ഞാൻ മോളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. സത്യം, എന്ന് പറയുന്ന ഒരു ഫ്രീഡം ഉണ്ട്, അങ്ങനെ കൊടുക്കുന്ന ഒരു ഉപ്പയാണ് എല്ലാത്തിനും. അങ്ങനെ എന്നാലും ഒരു ചെറിയൊരു പിടുത്തം നമ്മളടുത്ത് വേണം. ഫുള്ളായിട്ട് അയച്ചു വിടാനും പറ്റൂല. എന്നാലും ചെറിയൊരു പിടുത്തം നമ്മളടുത്ത് വേണം, അല്ലെങ്കിൽ കൈവിട്ടു പോകും. ഇപ്പം ഓൾറെഡി നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഷിക്കുകയും ഓൾറെഡി ലാൽക്കയും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടേക്ക് പോകുന്നത് ആര്? ഞാൻ ചോദിക്കാം, ഡയലോഗ് തെറ്റിക്കുന്ന ആരാ ഫസ്റ്റ്? അത് ഡയലോഗ് തെറ്റില്ല. ഞാനും ചിക്കും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതില് പിന്നെ അവിടെ ഒന്നും നോക്കാനില്ല, പൊളിക്കും ഞങ്ങള്. കാരണം ഞാൻ എന്തെങ്കിലും ഒരു സാധനം ഇട്ടാൻ മറുപടി ഇങ്ങോട്ട് ഇട്ട് തരും. ഓട്ടാ ഞാൻ അങ്ങോട്ട് കൊടുക്കും. ഇടാനുള്ള ടാലന്റ് ഓനുണ്ട്. സത്യം, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഞങ്ങൾ രണ്ടാളും കൂടെ അവിടെ ടോമാഞ്ചറിയാ. സത്യം, അത് അങ്ങനെ കളിച്ചു പോകും. അതിൽ കൂടുതൽ. പക്ഷെ വേറൊരാൾ കയറുമ്പോ ചിലപ്പോ നമ്മളെ ഈ പാറ്റേൺ ഇങ്ങനെ അല്ല എന്നുള്ള പെട്ടെന്ന് പോലും പറയുമ്പോ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷെ എന്നാലും അങ്ങനെ കൂടുതൽ ടൈക്ക് വരില്ല. പക്ഷെ ഈ അടിയൊക്കെ ഉണ്ടല്ലേ, ചാടി അടി, അത് ശരിക്കും അടി കൊടുത്തിട്ടുണ്ടോ? കാരണം ഇത്രയും അടി ഒറിജിനൽ ചിലത് കൊള്ളും.
കൊള്ളും അല്ലേ? സത്യം ചിലത് കൊള്ളും. സത്യം ചിലത് കൊള്ളും. അത് നമ്മൾ ഈ ചാടുന്ന നേരത്തെ സ്ലിപ്പ് ആവുമ്പോൾ ചിലപ്പോൾ ഇത്ര അടുത്ത് കൂടെ പോകണം. ഈ കുറേ വിട്ടിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറയിൽ അറിയാൻ കഴിയും അത് ആക്ടിങ് ആണെന്നുള്ളത്. നമ്മൾ ഇതിൽ കൂടെ പോയാലും മാത്രമേ അറിയുള്ളൂ. അപ്പം ചില ടാക്നാണ് കൊള്ളും. പക്ഷെ ഞങ്ങൾ വേറെ ഒന്നുണ്ട്, കൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പറയും ആദ്യം തന്നെ പറയും, കൊണ്ട് കഴിഞ്ഞാൽ അഭിനയിക്കണം. കൊണ്ടിട്ട് നിർത്താത്ത എത്ര ഉണ്ട്, കൊണ്ടിട്ട് അതേമാതിരി അഭിനയിച്ച ഇഷ്ടമുണ്ട് പോലെ. ആ കട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒയ്യ തുടങ്ങുള്ളൂ. അങ്ങനെ ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഓനെ ഡ്രമ്മിക്ക് ചാടിനടുത്ത്, ഡ്രമ്മിക്ക് ചാടിനൊക്കെ ഒറിജിനല്ല. ആൾക്കാരെ പുതിയ അതൊക്കെ എന്തൊക്കെ മറ്റേ ഇത് ചെയ്താന്ന്, ഒറിജിനല്ല അതിക്ക് ചാടി പിന്നെ കൈ കേടുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. നല്ല കഷ്ടപ്പാടുണ്ട്. വീണിട്ട് എന്തെങ്കിലുമൊക്കെ ഒരുപാട് പ്രാവശ്യം പലതും പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് ഇത്രയും ഒരു ഹാർഡ് വർക്ക് അതിന്റെ പുറകെ ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എല്ലാവർക്കും ഇപ്പൊ ചെറിയൊരു സെക്കൻഡ് മിനിറ്റിലെ വീഡിയോ അല്ലേ, സിമ്പിൾ അല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. ഇതിന്റെ പ്രോസസ്സിങ് ഇത്രയും ഉണ്ടെന്നും ആർക്കും അറിയാത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഇത് കണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വ്യൂ ഇടാം, പൈസ കിട്ടും, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ മിനിഞ്ഞാൻ തന്നെ നമ്മള് നെസ്റ്റോന്റെ ഒരു വർക്ക് എടുത്തു. നെസ്റ്റോന്റെ അപ്പൊ അവിടുന്ന് ഓനെ ഈ ബെഡ്ഷീറ്റിന്റെ ഇടയിൽ നിന്ന് പൊക്കി കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. ആ പൊക്കി കൊണ്ടുപോയപ്പോ ഊര പോയി. അത് ഇങ്ങനത്തെ സംഗതി ഒന്നും ആരും അറിയില്ല. അത് ഓല ചിരിക്കുന്ന സാധനങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ റിസ്ക് ഉണ്ട്. പക്ഷെ റിസ്ക് നമ്മൾ എടുക്കും, കാരണം അമ്മാതിരി സപ്പോർട്ടാണ് പ്രേക്ഷകർ നമുക്ക് തരുന്നത്. സത്യം പറയാം, ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ശരിയാ. കേരളം മൊത്തം ഇങ്ങനെ ഒരു സപ്പോർട്ട്, ഇങ്ങനെ ഒരു ഓളുണ്ടാക്കി ഏതെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റർമാരുണ്ടോ? ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ ചെയ്യണത് എന്താ, പ്രൊമോഷൻ. ഞങ്ങൾ ചെയ്യുന്നത് എന്താ, പ്രൊമോഷൻ. ഈ പ്രൊമോഷന് കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ, പ്രൊമോഷൻ ജനങ്ങളെ കണ്ടിരിക്കണ കോലത്തിൽ ഞങ്ങൾ ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേകത. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ, ആളുകളുടെ ഒരു അക്സെപ്റ്റ്. കാരണം അത് നമുക്ക് ഞങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ ഇതിങ്ങനെ പോകുമ്പോ ഇത് വരച്ചായിരുന്നു, ആഡായിരുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് കൊള്ളാലോ പരിപാടി. പക്ഷെ അത് കണ്ടിട്ട് അതേ മോഡൽ പലരും ചെയ്യുന്നതും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ. ശരിക്കും നിങ്ങളാണ് ആ ഒരു സ്റ്റൈൽ കൊണ്ടുവരുന്നതും അത് കണ്ട് പല യൂട്യൂബേഴ്സും ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈസിയാ, കാരണം അന്ന് 1.5 മിനിറ്റ് റീൽസ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 3 മിനിറ്റ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ യൂട്യൂബിൽ ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് ഭയങ്കര കുറവ്. കുറെ നാളിന് ശേഷമാണ് ഈ ഹൗസ് വാമിന്റെ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ഇടലില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് അതിനുള്ള ടൈമില്ല. അതാണ്. പിന്നെ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സിനിമയാണല്ലോ നമ്മുടെ അൾട്ടിമേറ്റ് അല്ലേ. സത്യം, ഒരു നല്ലൊരു പടത്തില് ചെറിയൊരു ഭാഗമാവുക, അതേന്ന് നമ്മൾ ആഗ്രഹം. ഈ കോമഡി കൈകാര്യം ചെയ്യുമ്പോഴേ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് കോമഡി അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഈ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ ഇന്ന ആളുടെ കൂടെ അഭിനയിക്കണം, ഒരു സ്ക്രീൻ രസമായിട്ടൊരു ലോകം, നമ്മുടെ CID മൂസ അങ്ങനെ പോലുള്ള നമ്മൾ ഇപ്പോഴും ചിരിക്കണ കുറെ സീൻ ഉണ്ടല്ലോ. അപ്പൊ ഇന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ആരുടെ കൂടെ അഭിനയിക്കണം എന്നാ? അത് ആള് പോയി മണിച്ചേട്ടനൊപ്പമായിരുന്നു ഞങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ ആഗ്രഹം. മറ്റോനെ എന്താന്നുള്ളത് ഇനി മോനോട് ചോദിച്ചു നോക്കിയാൽ അറിയുള്ളൂ. മണിച്ചേട്ടനൊപ്പം അഭിനയിക്കണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഇപ്പോ ആരൊപ്പം വന്നാലും ഓക്കെയാണ്. ഏതാളപ്പം നമുക്ക് അങ്ങനെ ചാൻസ് കിട്ടിയാൽ മതി. ഇപ്പം നായികയായിട്ട്, ഇപ്പൊ നായകനായിട്ടുള്ള ആൾക്കാരെ വിളിക്കാണ് സിനിമയിൽ. അത് ഇത് വെച്ച് എന്തോ ഇത് വെച്ചിട്ട് നായകൻ ഓക്കെ പറഞ്ഞോ. അങ്ങനെ പറയുന്നുണ്ടോ, ഞങ്ങള് ഫാൻസിനത് വേദനിക്കും. നായകനായിട്ട് സിനിമയിൽ വരാണ്, നായികയായിട്ട് ആര് വരണം? നായിക നമുക്ക് ആഗ്രഹിക്കുന്നത് എന്താ, നായിക. വൈഫ് കേൾക്കുന്നുണ്ടാവില്ലേ, പറഞ്ഞോളൂ. വൈഫിന് കുഴപ്പമൊന്നുമില്ല, ആരെങ്കിലും വന്നോട്ട്. എന്നാലും ഒരു ആഗ്രഹം പറയില്ല. എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ഇല്ല. ഓക്കെ, കോമഡി കൈകാര്യം ചെയ്യുന്ന ഒരു നായിക, ഒരു കോമഡി ക്യാരക്ടറാണ്. ഇപ്പൊ വൈഫായിട്ട് പണ്ട് കൽപ്പന ചേച്ചി, ജഗദീഷ് അവര് ചെയ്യുന്ന ഒരു കോംബോ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് ഒരു ആള്. കോമഡി കൈകാര്യം ചെയ്യാൻ നമ്മളെ സൈനനെ പറ്റും. സൈന മീൻസ് ക്യാരക്ടർ നമ്മളെ എന്താ, അതേപോലെ ബിന്ദു പണിക്കറുണ്ട്. ബിന്ദു പണിക്കറുണ്ട്. അതേപോലെ നമ്മളെ അല്ല തെസ്നിഖാനില്ലേ, തെസ്നിഖാൻ ചെയ്തിട്ടില്ലേ, നമ്മളെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അല്ല സിനിമയിൽ ഇപ്പൊ അങ്ങനത്തെ റോളുകളൊക്കെ ചെയ്യുന്നത് അത് ബിന്ദു എന്താണ് നമ്മളെ കോഴിക്കോടുള്ള
ആർട്ടിസ്റ്റില്ലേ അവാർഡ് കിട്ടിയ ARM കിട്ടിയ അല്ല പാത്തു ARM കിട്ടിയ പാത്തു മറ്റേ നമ്മളെ ഇതിലുള്ള മറ്റേ ഇതിലുള്ള MIT മ്യൂസിയത്തിലുള്ള പേരെന്താ ARM സുരഭി ചേച്ചി അത് മലപ്പുറം അത് നമ്മളെ സ്ലാങ് ഒക്കെ പിടിക്കാൻ പറ്റിയ ഒരാളാണ്. ഓക്കെ. അപ്പൊ സ്ത്രീ ക്യാരക്ടേഴ്സ് ഓൾറെഡി വരാൻ ഇപ്പൊ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇപ്പൊ കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടല്ലോ. സോ അത് ആഗ്രഹം ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ കാണാത്ത നമ്മുടെ ഇമാജിനേഷനിൽ മാത്രം കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ. സോ അവർ ഓൾറെഡി കാസ്റ്റിംഗിൽ ഇന്നാള് പ്ലാൻ ലേഡീസ് അങ്ങനെയൊന്നും ഇല്ല. ചിലര് പറയട്ടെ എപ്പോഴും ഇപ്പൊ നമ്മള് സമാധാനത്തിൽ പോരും പിള്ളേര് വന്നു കഴിഞ്ഞാൽ കൊളാക്കും എന്നും ചിന്തിക്കുന്ന കുറെ പേരുണ്ട്. അങ്ങനെ ഒരു തോട്ടുണ്ടോ ശരിക്കും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആരല്ലേ രസമായിട്ട് അങ്ങോട്ട് പോവാ. നമുക്ക് അതിൽ ചാൻസ് കിട്ടുന്ന തന്നെ വലിയ കിട്ടില്ലാണ് സത്യം. ഇപ്പൊ ഷിക്കുക്കനെ എല്ലാ ഇന്റർവ്യൂലും ഷിക്കുക്ക ഉണ്ടാവും. അപ്പം ഓൾറെഡി നമ്മൾ വേറൊരു പ്രോഗ്രാമില് കോൾ എന്ത് ചെയ്യാൻ പറ്റുമോ? ആള് ഒന്ന് വിളിക്കാവോ? വിളിക്കണം. ഹലോ, കൊമ്പൻകാട്ടിലെ കുഞ്ഞാപ്പു അല്ലേ? ഇപ്പൊ ഏത് വീട്ടിലാണ്? ഓ, നിങ്ങളിപ്പോ ഊട്ടിയിലാണോ? ഒറ്റക്കാണോ? അതെ, ഞാൻ ലാലിക്ക പറഞ്ഞിട്ട് വിളിക്കാണ്. അതായത് ഒരു ദുബായിൽ ഒരു പ്രോഗ്രാമിന് ഇൻവിറ്റേഷൻ ചെയ്യാൻ വേണ്ടി വിളിക്കാണ്. നിങ്ങള് ഇപ്പൊ ഷൂട്ടിലാണോ? ഫ്രീ ആണോ? ഓക്കെ. അപ്പൊ ഞാൻ ലാലിക്കനെ ഓൾറെഡി ഇന്റർവ്യൂ കഴിഞ്ഞു. ലാലിക്ക വരാൻ റെഡിയാണ്. അപ്പം ഇക്കാന്റെ ഡേറ്റും കൂടെ അവൈലബിലിറ്റി നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഏതൊക്കെ ഡേറ്റിലാണ് ഫ്രീ ആയിട്ടുള്ളത്? ഈ മാസം തന്നെ വേണം നമുക്ക് പ്രോഗ്രാം. അതായത് ഞങ്ങള് സിനിമയുടെ ഷൂട്ട് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സിനിമയുടെ ഷൂട്ട് ഇല്ലേ? ഓൾറെഡി സിനിമയിൽ ഇപ്പോ ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഡേറ്റ് എന്താന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ഡേറ്റിന് എനിക്ക് നമുക്ക് 26-ാം തീയതിയാണ് ഞങ്ങള് പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. 26-ന്. അതായത് 3 ദിവസമാണ്. 26, 27, 28 ദിവസങ്ങളാണ് പ്രോഗ്രാം ഉണ്ടാവുക. അപ്പൊ ലാല ഓക്കെ ആണ്. ഷിക്കുക്ക് ഓക്കെ ആണോ? തന്തപ്പുടി ഓക്കെ ആയ പിന്നെ മകന് പിന്നെ അതിലൊരു അപ്പീലും ഇല്ല. ഓക്കെ. അപ്പൊ ഞങ്ങള് പറയേണ്ടി വരും, ബ്രേക്ക് എടുക്കേണ്ടി വരും. അയ്യോ, താങ്ക് യു സോ മച്ച് ടോ. പക്ഷെ ഞങ്ങള് മലയാളികള് ഒരുമിച്ച് നടത്തുന്ന ഒരു ചെറിയ പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ആരെ വിളിക്കണം എന്ന് വിചാരിച്ചപ്പോ നിങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ സ്വന്തം ആൾക്കാരായതുകൊണ്ട് നിങ്ങളെ വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ മലയാളികള് വിചാരിച്ചു കുറച്ച് അധികം പരിപാടികൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും. എന്തൊക്കെ പരിപാടികൾ ചെയ്യും? അത് നിങ്ങൾ ഒരുമിച്ച് എന്തൊക്കെ പരിപാടികൾ ചെയ്യും? ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടും, മിമിക്രി ചെയ്യും, ഡാൻസ് ചെയ്യും. ഡാൻസ് ചെയ്യല്ലേ? ഡാൻസില് എന്തൊക്കെ ചെയ്യും? ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം? അയ്യോ, സത്യത്തിൽ ഞങ്ങള് വിചാരിച്ചു അങ്ങനത്തെ കുറച്ചുകൂടി വെറൈറ്റി ചെയ്യാണെങ്കിൽ. അത് നല്ല എന്റർടൈൻമെന്റ് അല്ലേ? അതൊക്കെ അത് എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് ഓരോ ടെസ്റ്റുകളാണല്ലോ, ഓരോരുത്തർക്കും ഓരോ ടെസ്റ്റുകളല്ലേ. മതിയടാ. ഓക്കെ സിക്കോ, ഇത് സൈനിന്ന് ഇവര് ഇന്റർവ്യൂല് വന്നതാടാ. എന്നിട്ട് നമ്മള് ഇന്റർവ്യൂല് വന്നതാ, ഹോം ടൂറാ. എന്നിട്ട് ഒരു ഇന്റർവ്യൂല് വന്നപ്പോ എന്നെ കൊണ്ട് ചോദിക്കണ എന്നെ പ്രാങ്ക് ചെയ്യാൻ എന്തൊക്കെയാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഗൾഫിൽ പ്രോഗ്രാം ഉണ്ട്. അപ്പോ അത് ഞാൻ പറഞ്ഞില്ല ഡേറ്റ്. ഇവര് വന്നപ്പോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ എന്നാ ഓനെ സംഭവം സെറ്റായി. ഓക്കെ. എന്തായാലും ഞാൻ കൊടുക്കണ്ട, ആൾക്കൊന്ന് കൊടുക്കണ്ടേ? ലൗഡാണ്. ഷിക്കുക്ക, ഞങ്ങള് സത്യത്തിൽ നിങ്ങളുടെ ഇന്റർവ്യൂല് എപ്പോഴും ഒരുമിച്ചാണല്ലോ കാണുക. അപ്പൊ ലാലിക്കാനോട് സംസാരിക്കുമ്പോ എങ്ങനെ ഷിക്കുക്കാനോട് സംസാരിക്കാതെ പോവാ? ഹോം ടൂറിന് വന്നതാണ്. ആൻഡ് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതായത് എപ്പോഴും എല്ലാവരെയും മിമിക്രിയിൽ കാണിക്കാറുണ്ട്, സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ലാലിക്കനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് സൗണ്ടിൽ കാണിക്കാവോ? നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ സൗണ്ട് ഒരിക്കലും എടുക്കാൻ കഴിയില്ല. ശരിക്കും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ആരോട് വേണ്ടി ചോദിച്ചത്? നമ്മൾ കൂടുതൽ അടുത്ത ഒരാളുടെ സൗണ്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. ഈ മിമിക്രി എന്ന് പറയുന്ന സാധനം തന്നെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പരിപാടിയാണല്ലോ.
അപ്പൊ കൂടുതൽ അടുക്കണ ഒരാളോട് ഞാൻ ആ സൗണ്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കഴിയില്ല. ഓക്കെ. ബഹുമാനവും ആ ഇഷ്ടമൊക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, എനിക്കറിയാം നല്ല ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയാണ് എപ്പോഴും ലാലിക്കനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങള് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഡാപ്പോടെ ബന്ധായിരിക്കും തവളാന്ന്. അങ്ങനെ ഇട്ടാപ്പൊട്ട ബന്ധങ്ങളായിരിക്കും ഞങ്ങൾ. ക്യാമറ ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബഹുമാനങ്ങളാ. അതെ, ഒന്നുമില്ല. അതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വളരെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഇക്കാന്ന് എനിക്കറിയാം, ലാലിക്കാന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് തവണ ഇന്റർവ്യൂസ് കാണുമ്പോഴൊക്കെ ഇക്കാനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പോലും ഭയങ്കര റെസ്പെക്റ്റോട് കൂടി സ്നേഹത്തോടെ സംസാരിക്കണേ. ഞാൻ ചോദിക്കാണ്, ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇക്കാനെ കണ്ടുമുട്ടിയതിന് ശേഷം. ഇക്കാനെ കുറിച്ച് എപ്പോഴും ഓർമ്മ വരുന്ന അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞ എന്തായിരിക്കും പറയാ? ഓർമ്മ വരുന്ന കാര്യം പറയാണെങ്കിൽ, ഞാൻ എന്റെ ലൈഫിൽ ഒരു ഏട്ടൻ എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ. നമുക്ക് എന്തിനും ഒരു കെയറിങ് കിട്ടണ ഒരു പരിപാടി. ഇത്രയും കാലം ഇതിലും അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഒരാൾ കൈ തരാത്ത സമയത്ത് എന്റെ കഴിവ് എന്താന്ന് മനസ്സിലാക്കി ഒരു സഹോദരന്റെ പോലെ എന്നെ ഏറ്റെടുത്ത ഒരാളാണ് ഈ ലാല എന്ന് പറഞ്ഞ ആള്. അതെ. ഇതിന് മുന്നേ ഞങ്ങൾ പരിചയമുണ്ട്, പക്ഷെ അപ്പോഴൊന്നും അത്ര അങ്ങോട്ട് ഇതായിട്ടില്ല, കെമിസ്ട്രി വർക്ക് ചെയ്തിട്ടില്ല. ഒരുമിച്ച് കൂടിയതിനു ശേഷം പിന്നെ ഞങ്ങൾ ആ ബന്ധം വേർപിരുത്തിയിട്ടുമില്ല. അപ്പോ എടുത്തു പറയാനുള്ള അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളൊക്കെ എടുത്തു പറയാൻ കൊറേ ഉണ്ട്. അതൊന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾ അങ്ങനത്തെ മൈൻഡ് ഉള്ളവരാ. കാരണം കണ്ടന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ തലേന്ന് ഉദിക്കുക. ഞങ്ങൾ വണ്ടിയിലിരുന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോ അത് ചിലപ്പോൾ ഒരു കണ്ടന്റ് ആയി മാറും. അത് ഞങ്ങള് ആലോചിക്കും, ഇങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടന്റ് ഒക്കെ ചെയ്ത് പോവാണ്. പിന്നെ ലൈഫിൽ ഒരു സഹോദരൻ എന്നുള്ള രീതിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു വ്യക്തി എന്ന് പറയുന്നത് മൂപ്പര് മാത്രമേ ഉള്ളൂ. വലിയൊരു കാര്യം. ഇപ്പോഴും ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് പോവാ നിങ്ങളുടെ കോണ്ടന്റ് വീഡിയോസ്. പിന്നെ എന്താ അറിയോ, പിന്നെ ഈ സഹോദരൻ എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാപ്പാ മോൻ എന്നുള്ള ഒരു ബന്ധമായി. അതെ. പിന്നെ ആ ബഹുമാനങ്ങളെ അതാണ്. പിന്നെ എനിക്ക് പിന്നെ സന്തോഷമായി. ഞാന് പിന്നെ ഒരു പരിപാടിക്ക് എന്നെ വിടൂലായി. ഇപ്പൊ ഞാനിനി വല്ല പാർക്കിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കും കോയാക്ക എവിടെയാണ്. അതെ, ഒരാൾ ചോദിച്ചാൽ അടുത്ത ആൾ എവിടെ ചോദിക്കും. ആ കോയാക്ക ഇപ്പച്ചി എവിടെയെന്നാ ചോദിക്കും. എല്ലാരും ഇപ്പച്ചിന്നാ പറയുള്ളൂ. എന്റെ ഇപ്പച്ചി എവിടെ. അപ്പൊ ഇന്റെ എന്നുള്ള രീതിക്ക് മൂപ്പരായി. അതെ. അപ്പൊ അത് ഒരു സന്തോഷമാണ്, വലിയൊരു ഭാഗ്യമാണ് ലൈഫിൽ അങ്ങനത്തെ ഒരാൾ ഇങ്ങനെ ആയി വരിക എന്നൊക്കെ പറയുമ്പോ. പിന്നെ എന്റെ ലൈഫില് ദുബായ് എന്ന് പറഞ്ഞൊരു സംഭവം ഫസ്റ്റ് തന്നെ പ്രാങ്ക് ചെയ്യുന്ന ദുബായ് കേസാണല്ലോ. അത് എന്നോട് ചോദിച്ചതാണ് ചിക്കോ, എന്ത് പറഞ്ഞാലാ വീഴാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ് ഗൾഫില്, അതിന് പറഞ്ഞിട്ട് നമ്മൾ പ്രാങ്ക് ചെയ്യാന്ന് പറഞ്ഞു. നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു. അതെ, കാരണം എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഈ പ്ലെയിനില് വിമാനത്തില് യാത്ര ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് വേറൊരു വൈബാ. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോ അതിനൊക്കെ ഒന്ന് കയറി നോക്കി. അപ്പൊ അതില് പോകുമ്പോ നമ്മക്ക് കൂടെ ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് വിമാനത്തില് യാത്ര ചെയ്യുമ്പോ അത് ഭയങ്കര സന്തോഷം. ആ പ്രകൃതിയും ആ ഒരു സിറ്റുവേഷനും. അപ്പൊ അതിന്റെയൊക്കെ ഭാഗ്യം കിട്ടിയത് ഇപ്പച്ചിന്റെ അടുത്ത്. പറഞ്ഞേക്കടാ, ഞാൻ എനിക്ക് ഈ കണ്ടന്റ് പെട്ടെന്ന് കത്താൻ കാരണം എന്താ വെച്ചാൽ എന്നെ പ്രാങ്ക് ചെയ്യാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് കത്താൻ കാരണം ഞാൻ ഇന്നലെ ഗൾഫില് പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചിന്നെ കെട്ടിപ്പിടിച്ചാണ് ഉമ്മച്ചില്ലേ. ഇന്നലെ വൈകിട്ട് വീഡിയോ കഴിഞ്ഞു, ഞങ്ങൾ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞടാ ഗൾഫില് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് ഒന്ന് കെട്ടിപ്പിടിച്ച് 3-4 ഉമ്മ വെച്ച്. അപ്പളാണ് എനിക്ക് പെട്ടെന്ന് ഇത് കത്തിയത്. അപ്പൊ പെട്ടെന്ന് അതാ കത്താൻ കാരണം. ഓക്കെടാ, ഏതായാലും ശരി. സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് കാണണം കേട്ടോ, ഇന്റർവ്യൂസിൽ രണ്ടുപേരും ഒരുമിച്ചൊക്കെ നമുക്ക് ഇന്റർവ്യൂ എടുക്കാൻ ഭാഗ്യം കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആ ഒരു റെസ്പെക്റ്റും ഇഷ്ടമൊക്കെ സംസാരത്തിലുണ്ട് ശരിക്കും. അല്ല, ഞാൻ അതാണ് ഇന്നലെ ഞാൻ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞു, ഇങ്ങനെ ഗൾഫിൽ പ്രോഗ്രാം ഉണ്ട് സത്യത്തിലുണ്ട്. അപ്പൊ എന്നെ കെട്ടിപ്പിടിച്ച ഓരോ ഉമ്മച്ച് അത് പിടിച്ചീനാണ്. ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാം ഒഴിവാക്കലാണ്, കാരണം ഇവിടെ അതിനകത്തും പ്രോഗ്രാം ഉണ്ടായിട്ട്. അപ്പൊ ഇത് പിടിച്ചല്ലോ ഞാന്, അപ്പൊ അതിന് വേണ്ടിട്ട് സന്തോഷം. ഈ ലൈഫിൽ അങ്ങനെ ഒരാള് ഭയങ്കര ട്രൂ ആയിട്ട് നമ്മളെ ഇഷ്ടപ്പെടാന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ഇന്നത്തെ കാലത്ത് ഭയങ്കര റെയർ അങ്ങനത്തെ ആളുകൾ അല്ലേ. കുട്ടി മനസ്സാണ്, ക്യാരക്ടർ പോലെ തന്നെയാ. കുട്ടി മനസ്സാണ് ആ ക്യാരക്ടർ, അതേപോലെ തന്നെ. അതുകൊണ്ടാണ് കുട്ടികൾ അത്രയും അവനെ ഇഷ്ടപ്പെടുന്നത്. അവനെ മുടി ഇങ്ങനെ വെച്ചിട്ടും അതിങ്ങനെ ചെറിയ പൂക്കൾ കുത്തിച്ചിട്ടും. അതുകൊണ്ടാണ്. അല്ലാതെ
ഓനിപ്പോ ഒരു സാധാരണ കുഞ്ഞിപ്പോയി നിറക്കുകയാണെങ്കിൽ ഓൻ ആർക്കും ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ കുട്ടികളെ മനസ്സിൽ അത്രയും ഓൻ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കോമഡിത്തരം കാട്ടിയിട്ടും പിന്നെ ബാന്ന് കരഞ്ഞു എക്സ്പ്രഷൻ. നിങ്ങളുടെ ഈ ഒരു കോംബോ ആണ്, അല്ലെങ്കിൽ ഇപ്പൊ സംസാരിക്കുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു കണക്ഷൻ. അതാണ് നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഞങ്ങള് വേഷം മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉപ്പച്ചി മോനോ, അവിടെ പിന്നെ ലാലും ചിക്കുമല്ല, ആള് മാറും. എന്റെ പേര് ചിക്കു എന്നാ. അവിടെ ചിക്കു എന്ന് പറയുമ്പോഴേ ഇവിടെ ചിക്കു 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 കേൾക്കണേ, എന്നെയാണ് വിളിക്കണേ ചിക്കു. ഓക്കെ. ഇപ്പം ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ വർഷം പുതിയ പുതിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ആഗ്രഹം എന്താന്ന് ചോദിക്കുക. ഇപ്പം വീട്, അഭിനയം എന്ന് പറയുന്നത് സക്സസ് ആയി, രണ്ടുപേരുടെ ലൈഫിൽ നടന്നു. അപ്പം ഇനി ഒരു ആഗ്രഹം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഇനി ഇതേപോലെ പോകണം, അതേപോലെ നമ്മൾ ഇതിമെന്ന് ഇറങ്ങാതെ അങ്ങനെ പോകണം. അതായത് ഇതിമെന്ന് നമ്മൾ ഔട്ട് ആവാതെക്കണം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സങ്കടം വരും. കാരണം നമ്മൾ കുറേ ആൾക്കാർ ഇഷ്ടപ്പെടണു, ഫോട്ടോ എടുക്കണു, നമ്മൾ ഇതാക്കണു. ഔട്ടാകാതെ നമ്മൾ കയറ്റി വെച്ച ആൾക്കാരെ നമ്മളെ കുലുക്കി ചാടിക്കും നമ്മളടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ. അപ്പോൾ ആ ലെവലിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോയി കിട്ടണം. ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരാളെ കൊണ്ട് പറയിപ്പിക്കാത്ത കോലത്തിൽ അങ്ങനെ അതേ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പോയി കിട്ടണം. ഇത്രേ ഉള്ളൂ. ഏറ്റവും വലിയ ആഗ്രഹം സിനിമയിൽ എത്തുക, അങ്ങനെ സാധനങ്ങളാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ ഇതിൽ നിന്നൊരു കോട്ടം വരാത്ത കോലത്തിൽ പോകാൻ പറ്റുമോ എന്ന് നോക്കണം. സോഷ്യൽ മീഡിയയാണ്, പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാലും എനിക്കത് ഭയങ്കര ഒബ്സർവ് ചെയ്യുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ട്. നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേഷൻ ആണ്, ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം രണ്ടുപേരും സത്യത്തിൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മളിപ്പം ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോഴേ നമ്മൾ ആളുകളെ ഒബ്സർവ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു രണ്ടുപേരും വളരെ നന്നായിട്ട് ആളുകളെ ഒബ്സർവ് ചെയ്യും. അതിൽ നിന്ന് ക്യാരക്ടേഴ്സ് എന്തെങ്കിലും വെറൈറ്റീസ് ഉണ്ടോ എന്ന് നോക്കും. ശരിക്കും അത് ഒരു നമുക്ക് സിനിമയിലായാലും അത് ഭയങ്കര ഉപകാരപ്പെടും എന്ന് ചിന്തിച്ചിട്ടാണ് ഈ ഒബ്സർവേഷൻ സ്കിൽ ഭയങ്കര. എന്റെ ഫ്രണ്ട് കൂടെ ഒരു വയസ്സായ ഒരാൾ പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നോക്കും, എന്താണ് മൂപ്പര് ചെയ്യണത് ഒക്കെ നോക്കും. ഇപ്പൊ നമ്മള് ഒരു ഓട്ടച്ചെരുപ്പ് കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട്, ഞാൻ ലാലമലപ്പുറമായിട്ട് ഒരു ഓട്ടച്ചെരുപ്പ് കൈ പിടിച്ചാണ് ഇന്ത്യ ലെവലിൽ നടന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിന് നമ്മൾ എന്താണ്, ആ തൊപ്പിട്ട് നമ്മൾ ഓട്ടച്ചെരുപ്പ് പിടിക്കുമ്പോ തന്നെ നമ്മള് ആ നിരപ്പും കാര്യങ്ങളും വന്നു കഴിയുമ്പോ തന്നെ നമ്മളെ കഴുത്തൊന്നും നീളും. ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിച്ചു. ഒരു വയസ്സായ ഒരാൾ ഇങ്ങനെ പിടിക്കുക, ഒരു എനർജിക്കുള്ള ആളാണ് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഒരു വയസ്സായ ഒരാൾ ഇങ്ങനെ, അപ്പോൾ ഒരു കൈ ഇങ്ങനെ പിടിക്കും. അപ്പോൾ പിന്നെ ആ നടത്തത്തിലൊക്കെ മാറ്റം വരും, ഇങ്ങനെ പോകും. അതൊരു വയസ്സായ ഒരാളെ ഒരു സംഭവമാണ്, മനസ്സിലായില്ലേ? അത് അയിമക്ക് ആകുമ്പോ പിന്നെ ഈ മേക്കപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി അതിൽ പോകും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റം തന്നെ വേണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും വേണം. അതിന്റെ മുന്നിൽ പിന്നെ വേറെ ലാല് വരില്ല. ആ ഇത് നമ്മൾ ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വേറെ ആളാവുള്ളൂ. ഞാനിപ്പോ സംസാരിക്കുന്ന നേരിട്ട് കാണുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ, പോലീസ് വേഷം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം. ഞാൻ എനിക്ക് നേരത്തെ ചോദിച്ചതിന് ഒരു മറുപടി പറയാന്നുണ്ടെങ്കിൽ ഒരു സിനിമയിൽ ഒരു പോലീസ് വേഷം ചെയ്യാൻ നല്ലൊരു ആഗ്രഹമുണ്ട്. ചെയ്തതിൽ എവിടെയെങ്കിലും പോലീസ് വേഷം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവായിരുന്നു. ഇതുവരെ വന്നിട്ടില്ല. റീൽസിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ലൊരു പോലീസ് വേഷം ചെയ്യാൻ എന്നോട് നമ്മൾ ഈ ബോളാഗോളം ചെയ്ത് അതിന് ഒരാള് പറഞ്ഞിട്ടുണ്ട് ആ സിനിമയില്, പോലീസ് വേഷം നന്നായി ചെയ്തിട്ടു അത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ലുക്ക് പിടിച്ചിട്ടുണ്ട്. ഒരു മനസ്സിൽ എപ്പോഴെങ്കിലും ഒരു പോലീസ് ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇപ്പോഴും ഈ ഒരു ലുക്ക് ഇല്ല അല്ലേ? പക്ഷെ പോലീസ് സ്റ്റേഷൻ കൊള്ളാം, ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ. അതെ, അതും പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ഈ കോമഡി ചെയ്യുന്നവരൊക്കെ നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് ഒരു ഞെട്ടലുണ്ടോ? കോമഡി ചെയ്യുന്ന ആൾക്കാർക്ക് നെഗറ്റീവ്, അതേപോലെ സെന്റി, ഈ മൂന്ന് സാധനം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ചെയ്യാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മളെ സുരാജ് ഇല്ലേ, സുരാജ് സെന്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് പൊളികാരം നെഗറ്റീവ് റോള്. അതാണ് ശരിയാ. അങ്ങനത്തെ ആൾക്കാർക്ക് നല്ല പറ്റുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ കലാകാരന്മാരൊക്കെ നെഗറ്റീവ് റോളുകളൊക്കെ കോമഡി ചെയ്ത ആൾക്കാരൊക്കെ നെഗറ്റീവ് റോൾ ആയിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ആഗ്രഹിക്കുകയാണ് സിനിമയിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ്, ഒരു പോലീസുകാരനായിട്ടൊക്കെ വരട്ടെ. ഇപ്പൊ അന്നൊക്കെ നമ്മളെ പഴയ കാലഘട്ടത്തിൽ വില്ലന്മാര് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വില്ലന്മാരെ ഇഷ്ടമാണ് എല്ലാവർക്കും. അതെ, മറ്റേ പണി എന്ന് പറഞ്ഞ പടത്തില് ആ വില്ലൻ ഓനെ സ്കോർ ചെയ്ത് അല്ലേ? അങ്ങനെ ഓരോരുത്തരും ഓരോ പടത്തിൽ സ്കോർ ചെയ്യുമ്പോ ഇപ്പൊ തുടരും അതിൽ സ്കോർ ചെയ്ത ആരാ? ജോൺ സാറാ. അതാണ്
എങ്ങനെ ക്യാരക്ടർ എന്നുള്ളതാണ് ഇപ്പൊ നോക്കുന്നത്. സിനിമയില് നല്ല നല്ല കഥാപാത്രങ്ങൾ തേടിയെത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു ഇക്കാനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഓഡിയൻസ് എല്ലാവരും ആഗ്രഹിക്കുകയാണ്. സിനിമാ സ്വപ്നം ഒരുപാട് തവണ പറഞ്ഞതുകൊണ്ട് അപ്പൊ അതിലേക്ക് എത്തി. ഇനി നല്ല കഥാപാത്രങ്ങളുടെ ഭാഗമാവട്ടെ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ്ഫുൾ, ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിക്കൂട്ടുന്ന, ഒരുപാട് നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നടനായിട്ട് മാറട്ടെ. ആൻഡ് നായകനായിട്ടും സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയില്ല. നിങ്ങൾ വന്നതിൽ ഒരുപാട് നമുക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മളെ സൈന എന്നുള്ള സൈനിന്നാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോ ഒന്നും നോക്കണ്ട, വന്നോളി. ഒന്നും നോക്കാറില്ല. സൈന നമ്മളെ വീക്ക്നെസ് ആയതുകൊണ്ട് പോയേക്കാന്റെ. അപ്പൊ അതുകൊണ്ട് സൈനിന്നാണ് വരുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റും. എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്കൊരു അയപ്പും കൂടെ തരുന്നതല്ലേ നിങ്ങള്. സന്തോഷമുണ്ട്. അതായത് നമ്മളെ കാര്യങ്ങളൊക്കെ പറയാൻ സാധിച്ചതും ഇതിപ്പോ ഓരോരുത്തരെ ചെവിയിലും നമുക്ക് പോയി പറയാൻ പറ്റാത്ത സംഭവങ്ങൾ ഞങ്ങൾ ഒറ്റയടിക്ക് എടുത്ത് പറയുന്ന സംഭവം. അപ്പോൾ നിങ്ങൾ വരുന്നതും നമ്മളെ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യണതും ഇന്റർവ്യൂ കൊണ്ടുള്ള ഒരു ഗുണങ്ങൾ അതൊക്കെയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിച്ച് ഓർക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും, ഇങ്ങനെ നമ്മളെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഒരു ഒറ്റ വീഡിയോയിൽ ഒപ്പിയെടുത്ത് എല്ലാം ഭംഗിയായിട്ട് ചെയ്യണം. സൈനിക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ജർമ്മൻ പഠിക്കാനും ജർമ്മനിയിലേക്ക് പറക്കാനും ഇനി എഡ്യൂഫ്ലെയർ. എഡ്യൂഫ്ലെയർ, ഇന്ത്യസ് നമ്പർ 1 ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്.